വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം എങ്ങനെ നടത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനം നാളെയുണ്ട്. രാവിലെ കളക്ടറേറ്റിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗം കളക്ടർ വിളിച്ചിരിക്കുകയാണ്. വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ അല്ലേ. ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കളക്ടറും സർക്കാരും എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആഘോഷ കമ്മിറ്റിയിലെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് അടുത്തൊരു നടപടി ഉണ്ടാവുള്ളൂ. ഇതിനൊരു വികാരമുണ്ട്, ജനവികാരമുണ്ട്. നമ്മൾ തിരുവമ്പാടി മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നടരാജ് ചേരുകയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നടരാജ, ഇന്നലത്തെ വെടിക്കെട്ട് ദുരന്തത്തിൽ ഒരു വിഭാഗത്തിന്റെ കരിമരുന്ന് പടക്കങ്ങൾ അത് മുഴുവൻ പൊട്ടിത്തീർന്നതാണ്. അപ്പോൾ ഇത്തവണ പൂരത്തിന് വെടിക്കെട്ടുണ്ടാകാനുള്ള സാധ്യത കുറവ്. ബാക്കിയുള്ള കാര്യങ്ങളിലായിരിക്കുമോ ഇനി ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള സാഹചര്യം? അതുകൊണ്ട് മാത്രമല്ല, പൂരം ആഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചിട്ടുണ്ട്. അതൊരു വലിയ ദുരന്തമായി തന്നെ പലരും കാണുന്നു. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. തിരുവമ്പാടിയുടെ വെടിക്കോപ്പൊക്കെ തന്നെ പൊട്ടി തീർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല, കുടുംബാംഗങ്ങളെ പോലെ കരുതിയ പലരും മരിച്ചിരിക്കുന്നു. വർഷങ്ങളായി ഇത്തരത്തിൽ പടക്ക നിർമ്മാണത്തിലെത്തിയവർ മരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പൂരം നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച യോഗം നാളെ നടക്കും. ഈ യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾക്കൊപ്പം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. ഈ ചർച്ചയിലാകും തങ്ങളുടെ നിലപാട് ദേവസ്വങ്ങൾ വ്യക്തമാക്കുക. ജനവികാരവും മറ്റും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തീരുമാനമെന്ന് രാവിലെ തന്നെ ദേവസ്വം പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാരും ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നത്. അതായത് നേരത്തെയും ഇത്തരത്തിൽ ആഡംബരം കുറച്ചുകൊണ്ട് പൂരം നടത്തിയ ചരിത്രം നമുക്ക് മുന്നിൽ കിടക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് വെറും ചടങ്ങായി മാത്രം ഒരു ആനയെ വെച്ച് പൂരം നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പൊക്കെ തന്നെ കുടമാറ്റവും അതുപോലെ തന്നെ മേളമൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ടും പൂരം നടത്തിയിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലും പൂരം നടത്താനാകും ആലോചന എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് ദേവസ്വങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ പല ഓപ്ഷൻസും ദേവസ്വങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും വെടിക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യത നന്നേ കുറവാണ്.